സ്വന്തമായിട്ട് ഒരു പാൻ കാർഡ് എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 3 കാര്യങ്ങളാണ് വേണ്ടത്. നമ്മുടെ ഫോട്ടോ, ആധാറിൻ്റെ കോപ്പി, അതേപോലെ ഒരു വെള്ള പേപ്പറിൽ സൈൻ ചെയ്തത്. ഈ 3 കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് പാൻ കാർഡ് അപ്ലൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഗൂഗിളിൽ പാൻ ആപ്ലിക്കേഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമ്മൾ ആ വെബ്സൈറ്റിലേക്ക് വരും. നമ്മൾ ഈ കാണുന്നതാണ് പാൻ ആപ്ലിക്കേഷനുള്ള ഫോം. ആദ്യം നമ്മൾ ആപ്ലിക്കേഷൻ ടൈപ്പ് എടുത്തിട്ട് ന്യൂ പാൻ ഇന്ത്യൻ സിറ്റിസൺ സെലക്ട് ചെയ്യുക. രണ്ടാമതായിട്ട് നമ്മൾ കാറ്റഗറിയിൽ ഇൻഡിവിജ്വൽ ആണ് സെലക്ട് ചെയ്യേണ്ടത്. അടുത്തത് ശ്രീ, ശ്രീമതി, കുമാരി എന്നുള്ളതാണ്. അത് ആർക്ക് വേണ്ടിയിട്ടാണോ അപേക്ഷിക്കുന്നത് അതിനനുസരിച്ച് സെലക്ട് ചെയ്യുക. ഇവിടെ എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പാൻ കാർഡ് അപ്ലൈ ചെയ്യുന്നത്, അതുകൊണ്ട് ശ്രീമതി എന്നാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ആണുങ്ങളാണെങ്കിൽ ശ്രീ സെലക്ട് ചെയ്യുക, കല്യാണം കഴിയാത്തവരാണെങ്കിൽ കുമാരി സെലക്ട് ചെയ്യുക. ഇനി നമ്മൾ അടുത്ത ഫില്ല് ചെയ്യാൻ പോകുന്നത് സർനെയിം, ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം ആണ്. ഇവിടെ നിങ്ങൾക്കൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. അതായത് സുരേഷ് ബാബു സി എന്നാണ്. അതിൽ സുരേഷ് എന്നാണ് ഫസ്റ്റ് നെയിം, ബാബു എന്നുള്ളത് മിഡിൽ നെയിമും സി എന്നുള്ളത് ലാസ്റ്റ് നെയിമുമാണ്. ഇപ്പം നിങ്ങൾക്ക് ഈ പേര് കൊടുക്കുന്നതിന് വല്ല ഡൗട്ടും ഉണ്ടെങ്കിൽ ഈ പേര് കൊടുക്കുന്നതിന് മാത്രമായിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, അതൊന്ന് കണ്ടാൽ മതി. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ ഇമെയിൽ ID, മൊബൈൽ നമ്പർ എല്ലാം ഫില്ല് ചെയ്യാം. സർനെയിം കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇനീഷ്യൽ എപ്പോഴും എക്സ്പാൻഡ് ചെയ്തിട്ട് വേണം കൊടുക്കാൻ. ഇത്രയും കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന ക്യാപ്ച കോഡും കൂടെ കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കുക. ഇപ്പം നമുക്കൊരു ടോക്കൺ നമ്പർ വരും. അതിനുശേഷം കണ്ടിന്യൂ വിത്ത് പാൻ ആപ്ലിക്കേഷൻ ഫോം എന്ന് ക്ലിക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോവാം. ഇവിടെ നമുക്ക് 3 രീതിയിലാണ് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻ വരുന്നത്. നമ്മൾ ഒന്നാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആധാറിലുള്ള ഫോട്ടോയും അതുപോലെ ഡീറ്റെയിൽസും ആണ് വരിക. എന്നാൽ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സിഗ്നേച്ചറും അതുപോലെ ഫോട്ടോയും അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. നമ്മളിവിടെ രണ്ടാമത്തെ ഓപ്ഷൻ ഉപയോഗിച്ചിട്ടാണ് അത് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. മൂന്നാമത്തെ ഓപ്ഷൻ പറയുന്നത് നമ്മളുടെ ഫോമുകളെല്ലാം അവരുടെ ഓഫീസിലേക്ക് അയച്ചു കൊടുക്കണം. നമ്മളിവിടെ രണ്ടാമത്തെ ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം ഫിസിക്കൽ പാൻ കാർഡ് വേണോ വേണ്ടെന്നാണ് ചോദിക്കുന്നത്. നമ്മളിവിടെ എസ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ കൊടുക്കുന്നത് ആധാർ നമ്പറിൻ്റെ ലാസ്റ്റ് 4 ഡിജിറ്റ് ആണ് അവിടെ കൊടുക്കേണ്ടത്. അടുത്ത് നമ്മൾ കൊടുക്കാൻ പോകുന്നത് നെയിം ആസ് പെർ ആധാർ എന്നുള്ള കോളമാണ്. അവിടെ നമ്മൾ ആധാറിലുള്ള പേര് എങ്ങനെയാണോ അതേപോലെ ഇവിടെ ഫില്ല് ചെയ്യണം. അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പിഴവ് പറ്റിയാൽ അത് ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയി പോകും. പാൻ കാർഡിൽ നമ്മുടെ പേര് വരുന്നത് ഇനീഷ്യലി എക്സ്പാൻഡ് ചെയ്ത രീതിയിലാണ് വരുന്നത്. അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. ഇനി ഡേറ്റ് ഓഫ് ബർത്ത്, ഈ കലണ്ടർ ക്ലിക്ക് ചെയ്തിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ജെൻഡർ, ഫീമെയിൽ ആണോ മെയിൽ ആണോ കൊടുക്കുക. ഹാവ് യു എവർ ബീൻ നോൺ ബൈ അനദർ നെയിം ആണ്. അത് മറ്റേതെങ്കിലും പേരിൽ അറിയപ്പെടുന്നില്ലെങ്കിൽ നോ കൊടുക്കുക. ഇനി അടുത്ത് നമ്മൾ കൊടുക്കാൻ പോകുന്നത് പാരൻസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഇവിടെ ഫാദറിൻ്റെ പേര് കമ്പൽസറി ആണ്. ഫാദറിൻ്റെ ലാസ്റ്റ് നെയിം, അതുപോലെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം കൊടുക്കുക. അടുത്ത മദേഴ്സ് നെയിമാണ്, അത് ഓപ്ഷണൽ ആണ്. പിന്നെ പറയുന്നത് പാൻ കാർഡിൽ ആരുടെ പേര് വാങ്ങിച്ചാൽ നമുക്ക് ഓപ്ഷണലായിട്ട് പ്രിൻ്റ് ചെയ്യാം. ഇത്രയും കൊടുത്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുത്തിട്ട് അടുത്ത് നമ്മളുടെ സോഴ്സ് ഓഫ് ഇൻകം ആണ് ചോദിക്കുന്നത്. ഇവിടെ സാലറി ആൻഡ് സാലറി സെലക്ട് ചെയ്യാം. ഏതെന്നാണ് നിങ്ങൾക്ക് ഇൻകം വരുന്നത് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. ഇവിടെ ഇപ്പം ഞാൻ നോ ഇൻകം ആണ് കൊടുക്കുന്നത്. അഡ്രസ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് നമ്മൾ റെസിഡൻസ് എന്നുള്ളതാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ആധാറിലും പാൻ കാർഡിലും ഒരേ അഡ്രസ്സാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് തന്നെ പാൻ കാർഡ് ആ അഡ്രസ്സിലേക്കാണ് വരിക. ഇനി നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നത് റെസിഡൻസ് അഡ്രസ് ആണ്. ആധാറുള്ളത് എങ്ങനെയാണോ അതേപോലെ ഇവിടെ ഫില്ല് ചെയ്യാം. അടുത്തത് റെപ്രസെൻറ്റേറ്റീവ് അസസി എന്നുള്ളതാണ്. അവിടെ നോ എന്നാണ് കൊടുക്കുന്നത്. നമ്മൾ നെക്സ്റ്റ് കൊടുത്തിട്ട് മുന്നോട്ട് പോയാൽ ഈ ഒരു പേജിലേക്കാണ് വരുന്നത്. ഇവിടെ ഏരിയ കോഡ്, ബാക്കി ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. ഇത് ഓട്ടോമാറ്റിക്കലായിട്ട് വരുന്നതാണ്. ഇനി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഇന്ത്യൻ സിറ്റിസണിൽ ക്ലിക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുത്താൽ അത് വരുന്നതായിരിക്കും. ഇത്രയും കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഇനി നമ്മൾ ഐഡൻറ്റിറ്റി പ്രൂഫ്, അതുപോലെ അഡ്രസ് പ്രൂഫ്, പിന്നെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ് എല്ലാം അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ പ്രൂഫിന് വേണ്ടിയിട്ട് കുറേ ഡോക്യുമെൻ്റ് കാണാം, പക്ഷേ നമ്മൾ ആധാർ കാർഡാണ് സെലക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ 3 സ്ഥലത്ത് നമ്മൾ ആധാർ കാർഡാണ് സെലക്ട് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഡിക്ലറേഷൻ പേജാണ് വരുന്നത്. അവിടെ നമ്മുടെ പ്ലേസ് മാത്രമേ ഫില്ല് ചെയ്യേണ്ടുള്ളൂ. ഇനി നമ്മളിവിടെ
ഫോട്ടോയും അതുപോലെ ആധാർ കാർഡും സിഗ്നേച്ചർ എല്ലാം അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. 50 KB താഴെയുള്ള ഒരു ഫോട്ടോയും അതുപോലെ സിഗ്നേച്ചറുമാണ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതേപോലെ ഇവിടെ അതിൻ്റെ നീളം ഇത്ര വേണം, അതുപോലെ വീതി ഇത്ര വേണം എന്നൊക്കെ പറയുന്നുണ്ട്. അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ജസ്റ്റ് ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ഇമേജ് സൈസ് മാച്ച് ആവുന്നില്ല എന്ന് പറഞ്ഞിട്ടൊരു എറർ മെസ്സേജ് നമുക്കിവിടെ കാണാം. അതുകൊണ്ട് തന്നെ ഇവർ പറയുന്ന പോലത്തെ ഒരു ഫോട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിൾ എടുത്തിട്ട് ഫോട്ടോ റീസൈസർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഓൺലൈനായിട്ട് ഇത് ചെയ്തെടുക്കാം. നമ്മൾ ഫസ്റ്റ് കാണുന്ന വെബ്സൈറ്റ് എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ അതിൻ്റെ വിഡ്ത്ത് അതുപോലെ ഹൈറ്റ് ഒക്കെ മാറ്റാനുള്ള ഓപ്ഷൻ കാണാം. പക്ഷേ നമ്മൾ ഈ ലോക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ചേഞ്ചസ് ഒക്കെ വരുത്താൻ. അപ്പോൾ ആപ്ലിക്കേഷനിൽ പറയുന്ന പോലെ വിഡ്ത്തിൻ്റെയും ഹൈറ്റിൻ്റെയും റെസൊല്യൂഷനൊക്കെ കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന റീസൈസ് ഇമേജിൽ ക്ലിക്ക് ചെയ്താൽ ആപ്ലിക്കേഷനിൽ പറയുന്ന പോലത്തെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. ഇതേപോലെ നിങ്ങളുടെ സിഗ്നേച്ചറും ഒരു വൈറ്റ് പേപ്പറിൽ സൈൻ ചെയ്തിട്ട് ഫോട്ടോ എടുത്തിട്ട് ഓൺലൈനായി ചെയ്തിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അടുത്ത് നമ്മൾ സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. നമ്മളിവിടെ ആധാറാണ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത്. അതും ഇതേപോലെ നമ്മൾ 300 KB താഴെയായിട്ട് ഓൺലൈനായി ചെയ്തിട്ട് നമ്മളിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ ID പ്രൂഫായിട്ട് ആധാറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. 300 KB താഴെ ഉള്ള ഒരു PDF ഫയലായിട്ടാണ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതും നമുക്ക് ഓൺലൈനായിട്ട് ഇതിൻ്റെ സൈസ് കുറച്ചിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇതും നമുക്ക് ഓൺലൈനായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മൂന്നും അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ സബ്മിറ്റ് കൊടുത്തിട്ട് മുന്നോട്ട് പോവാം. അപ്പോൾ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ആയിട്ടുണ്ട് എന്നുള്ളൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഡീറ്റെയിൽസും കൂടെ കൊടുക്കാനുണ്ട്. ഇനി ഇവിടെ ചോദിക്കുന്നത് ആധാർ കാർഡിൻ്റെ ആദ്യത്തെ 8 ഡിജിറ്റാണ് കൊടുക്കേണ്ടത്. അത് ഫിൽ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴേക്ക് വന്നിട്ട് പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി ഇതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത്. നമ്മളിവിടെ ഓൺലൈൻ പേയ്മെൻറ്റ് ത്രൂ ATM സെലക്ട് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ 107 രൂപയാണ് വരുന്നത്. അതിനുശേഷം നമ്മൾ ഐ അഗ്രിയിൽ ക്ലിക്ക് ചെയ്തിട്ട് പ്രൊസീഡ് ടു പേയ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇവിടെ QR കോഡ് സ്കാൻ ചെയ്തിട്ടോ ഗൂഗിൾ പേ വഴിയോ നെറ്റ് ബാങ്കിങ് വഴിയോ നമുക്ക് പേ ചെയ്യാം. പേയ്മെൻറ്റ് ഓക്കെ ആയാൽ നമുക്ക് പേയ്മെൻറ്റ് സക്സസ്ഫുൾ എന്നുള്ളൊരു പേജ് വരുന്നതായിരിക്കും. അവിടെ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും കാണാം. അതിനുശേഷം നമ്മൾ കണ്ടിന്യൂ കൊടുത്തിട്ട് മുന്നോട്ട് പോവാം. ഇനി ഈ സ്റ്റെപ്പിൽ നമ്മുടെ ആധാറിൻ്റെ ഒതൻറ്റിക്കേഷനാണ് വരുന്നത്. ആധാറിലുള്ള പേരും അതേപോലെ ആപ്ലിക്കേഷനിലുള്ള പേരും എന്തെങ്കിലും മിസ്മാച്ച് കണ്ടാൽ ഇതിവിടെ വെച്ച് റിജക്റ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് ഒതൻറ്റിക്കേഷൻ കൊടുക്കാം. ഇപ്പം നമുക്ക് ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. അത് നമ്മളിവിടെ OTP തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സബ്മിറ്റ് കൊടുത്താൽ കണ്ടിന്യൂ വിത്ത് ഇ-സൈൻ എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നതായിരിക്കും. ഇപ്പം നമുക്ക് കണ്ടിന്യൂ വിത്ത് ഇ-സൈൻ എന്നുള്ളൊരു ഓപ്ഷനാണ് വരിക. അത് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോവാം. ഇവിടെ നമ്മൾ നമ്മുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഐ ഹിയർ ബൈയിൽ ടിക്ക് ചെയ്തിട്ട് സെൻഡ് OTP കൊടുത്താൽ നമ്മുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTPയും കൂടെ വരും. അത് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വെരിഫൈ OTP കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ആയി. അപ്പോൾ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ PDF ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇതൊരു പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഫയലാണ്. ഇതിൻ്റെ പാസ്വേഡ് എന്ന് പറയുന്നത് നമ്മൾ ജനിച്ച വർഷമാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കാണാം. അപ്പോൾ ഈ PDF ഫയൽ നമ്മുടെ അക്നോളജ്മെൻറ്റ് നമ്പർ ഉണ്ടായിരിക്കും. ഇത് ഈ ഫയലിൻ്റെ സ്റ്റാറ്റസ് എല്ലാം അറിയുന്നതിന് വേണ്ടിയിട്ട് നമുക്കിത് നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. നമ്മുടെ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് 2-3 ദിവസം കഴിഞ്ഞിട്ട് അറിയാൻ വേണ്ടിയിട്ട് നോ യുവർ സ്റ്റാറ്റസ് എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് അക്നോളജ് നമ്പർ കൊടുത്താൽ നമുക്കത് അറിയാൻ പറ്റും.
ഇവിടെ പേര് കൊടുക്കുന്നതാണ് എല്ലാവർക്കും ഡൗട്ട് വരുന്നത്. ഇവിടെ നമ്മൾ ഒരൊറ്റ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് ആധാറിലുള്ള പേരും ആപ്ലിക്കേഷനിലുള്ള പേരും ഒരേപോലെ ആയിരിക്കണം. എങ്ങനെ പേര് കൊടുക്കണം എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. ഡൗട്ട് ഉള്ളവർക്ക് അത് കണ്ടാൽ മതി. നമ്മുടെ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചാനലിലെ വീഡിയോ ഇതുവരെ കാണാത്തവരാണെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.